ഹായ് ഓൾ വെൽക്കം ടു എൻലൈൻ അക്കാദമീസ് ക്വിക്ക് ലൈൻ സീരീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ജൂൺ 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്രാവശ്യവും അതേ പേപ്പറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ, കോളേജിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഇത് 2023 ഡിസംബറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷിഫ്റ്റ് 1 പേപ്പർ 1 നിന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്കോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. So, question idana. Consider a highly diverse community of closely related species of lizards which has evolved in a short period of time and that occupies different ecological niches in peninsular India. What types of speciation process can explain the above pattern? അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനകത്ത് എന്ത് സ്പീസിയേഷൻ ആണ് നടന്നിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നോൺ എക്കോളജിക്കൽ സ്പീസിയേഷൻ, രണ്ടാമത്തത് അഡാപ്റ്റീവ് റേഡിയേഷൻ, മൂന്നാമത്തത് എലോപാട്രിക് സ്പീസിയേഷനും നാലാമത്തത് പാരാപാട്രിക് സ്പീസിയേഷനുമാണ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ തന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ലിസാർഡിന്റെ സ്പീഷീസ് ഒരു കമ്മ്യൂണിറ്റി ഒരു റീജിയനിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ കാണുന്നു. അവർ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് ഇവോൾവ് ചെയ്ത് വന്നത്. ആൻഡ് ഓൾസോ അവർ ആദ്യം ഉണ്ടായിരുന്നത്, അതായത് ഇപ്പോൾ അവർ ഒരുമിച്ചാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു കുറച്ച് സമയം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതിന് മുന്നേ അവർ എന്തായിരുന്നു, പെനിൻസുലാർ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് റീജിയൻസിലാണ് അവർ ഒക്യുപ്പൈ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സ്പീസിയേഷൻ എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടന്നിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ അല്ലെങ്കിൽ എന്ത് പ്രോസസ്സാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്പീസിയേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ന്യൂ സ്പീഷീസ് ആർ ക്രിയേറ്റഡ് ത്രൂ എവല്യൂഷൻ. അതായത് 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം കൊണ്ടോ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതല്ല. കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളുകൾ, അതായത് മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഒരു സ്പീഷീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം പുതിയൊരു സ്പീഷീസ് ആയി മാറുന്ന ആ പ്രോസസ്സിനെ, അല്ലെങ്കിൽ എവല്യൂഷൻ വഴി ഒരു ഓർഗാനിസത്തിന് പുതിയ ക്യാരക്ടേഴ്സ് വന്ന് അവർ വേറൊരു ഓർഗാനിസമായി മാറുന്ന പ്രോസസ്സാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഒക്കേഴ്സ് വെൻ എ സിംഗിൾ എവല്യൂഷണറി ലീനേജ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2 or more ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ലീനേജ്. ഇതാണ് എന്താ പറയുക, അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അതായത് ഒരു ലീനേജ്, അതായത് ഇപ്പം നമ്മൾ ഹ്യൂമൻസ് കുരങ്ങിൽ നിന്ന് ഉണ്ടായതെന്ന് പറയുമല്ലോ. സോ അവർ മങ്കീസിൽ നിന്ന് വേറെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ചിമ്പാൻസീസും അവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ലീനിയേജ്, ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയ 2 എന്താ പറയുക ഡിസെൻഡൻസ് ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് എലോപാട്രിക് സ്പീസിയേഷനും പാരാപാട്രിക് സ്പീസിയേഷനും. ഇത് രണ്ടും ഇവിടെ വരുന്നുണ്ട്. Allopatric speciation, that is also known as geographic speciation, and also this occurs when a population is split into 2 due to geographic isolation. അതായത് ഇവിടെ നമുക്ക് അലോപാട്രിക് സ്പീസിയേഷൻ കാണാം. ഇതാണ് ഒറിജിനൽ പോപ്പുലേഷൻ. ഇതൊരൊറ്റ സിംഗിൾ പോപ്പുലേഷൻ ആണ്. അതായത് ഒരേപോലെയുള്ള ആൾക്കാരല്ല, പോപ്പുലേഷൻ ഇസ് കൺസിഡർ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. ആൻഡ് ഈ ഒരു ഒറിജിനൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോഗ്രഫിക് ഐസൊലേഷൻ വഴി, അതായത് നമ്മൾ കോമൺ ആയിട്ട് എക്സാമ്പിൾ പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ ഇടയിൽ കൂടെ ഒരു പുഴ ഒഴുകി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ് വെട്ടി, അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾസ് ആണ് നമ്മൾ കൂടുതലായിട്ടും പറയാറ്. ഓക്കെ, സോ ഇതിന് അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷനെ 2ആക്കി ഭാഗിച്ചുകൊണ്ട്, ഈക്വൽ ആവണമെന്നില്ല, അതിൻ്റെ ഇടയിൽ ഒരു ബാരിയർ ഫോം ചെയ്യുക. ദാറ്റ് ഈസ് എ ഫിസിക്കൽ ബാരിയർ, അതായത് ഒരു ജോഗ്രഫിക് ബാരിയർ ആണ്. അങ്ങനെ വരുമ്പോഴാണ് അലോപാട്രിക് സ്പീസിയേഷൻ ഒക്കെ അറിയുന്നത്. സോ ഇങ്ങനെ ഒരു ബാരിയർ വന്നു കഴിഞ്ഞാൽ ബാരിയറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സൈഡിലുള്ള ഓർഗാനിസംസ് 2 ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ആയിട്ട് ഇവോൾവ് ചെയ്യും. കണ്ടോ, ഈ ഗ്രീൻ കളർ എന്നുള്ളത് ഇവിടെ അതേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു പാരന്റ് പോപ്പുലേഷൻ. മറ്റേ ആ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാരിയറിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോപ്പുലേഷൻ എന്തായി, പുതിയൊരു പോപ്പുലേഷൻ ആയിട്ട് മാറി അല്ലേ. അതാണ് ഇവിടെ കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. സോ പുതിയ 2 സ്പീഷീസ് ആയിട്ട് സ്പീഷീസ് എയും സ്പീഷീസ് ബിയും നമുക്ക് കിട്ടി. ഇവിടെ എന്താ നടന്നത്, അലോപാട്രിക് സ്പീസിയേഷനിൽ ഒരു ജോഗ്രഫിക് ബാരിയർ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ജോഗ്രഫിക് ബാരിയർ വന്നു.
അതുവഴി ഒരു പോപ്പുലേഷൻ സ്പ്ലിറ്റ് ചെയ്ത് 2 പോപ്പുലേഷനായി ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്തു. ദിസ് ഇസ് കോൾഡ് അലോപാട്രിക് സ്പീസിയേഷൻ. ഇനി സിംപാട്രിക് സ്പീസിയേഷൻ. സിംപാട്രിക്കിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഒക്കേഴ്സ് വെൻ ദ പോപ്പുലേഷൻ ഇസ് ഇൻ ദ സെയിം ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്സ് ഇതാണ്. ജിയോഗ്രഫിക് ഐസൊലേഷൻ ആണ് അലോപാട്രിക് സ്പീസിയേഷനിൽ വരുന്നത്. സിംപാട്രിക് സ്പീസിയേഷൻ, സിം എന്നുള്ള മീനിങ് എന്താണ്? ഒരേപോലത്തെ അല്ലെങ്കിൽ ഒരുമിച്ച് എന്നുള്ള മീനിങ് ആണ് സിം വരുന്നത്. So the populations is occur on the same location become reproductively isolated. Even though there is no physical separation, this can happen when chromosome separation errors occur during cell division. Sympatric speciation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ എന്താണ്, ബാരിയറും കാര്യങ്ങളൊന്നും ആ പോപ്പുലേഷനിൽ യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല. പക്ഷേ ഈ പോപ്പുലേഷനകത്ത് തന്നെ ഒരു കുഞ്ഞ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കമ്മ്യൂണിറ്റി ഇവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇവോൾവ് ചെയ്യുന്ന ആളുകൾ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ട് ഇവിടെ വേറെ വേറെ കളർ കൊടുക്കാൻ കാരണം? ഈ പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടായ ഈ ഇൻഡിവിജ്വൽസിന് ഒരിക്കലും ഈ പഴയ ആൾക്കാർ, അതായത് ഈ ഒറിജിനൽ പോപ്പുലേഷനിലുള്ള ആളുകളായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവര് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിലിങ്ങനെയാണ് പറയുന്നത്. ഒരു സ്പീഷീസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ, ആ സ്പീഷീസ് അവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്. ഒരു സ്പീഷീസിന് മറ്റൊരു സ്പീഷീസിലുള്ള ഓർഗാനിസത്തിനായിട്ട് മെയ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴുതയും ഹോഴ്സും ഡോങ്കിയും, അവര് രണ്ടുപേരെയും മെയ്റ്റ് ചെയ്തിട്ടാണ് മറ്റേ മ്യൂളിനെ ഉണ്ടാക്കിയത്. ശരിക്കും കഴുതയും അല്ലെങ്കിൽ ഹോഴ്സും, കഴുതയും കുതിരയും 2 സ്പീഷീസ് ആണ്. ഓക്കെ, അവര് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത, അവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്. ബട്ട് അവർക്ക് പുതിയൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിലും ആ പുതിയ ജനറേഷൻ എന്താണ്, സ്റ്റെറൈലാണ്. സോ അങ്ങനെ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. അവർക്ക് പിന്നീട് ജനറേഷൻസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ സെയിം സ്ഥലത്ത് തന്നെ നിന്ന് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ജനറ്റിക് പോളിമോർഫിസം ഇവിടെ നടക്കുന്നു. ഓക്കെ, ഇത് നടക്കാനുള്ള കാരണം എന്താണ്? ക്രോമസോം സെപ്പറേഷൻ എറേഴ്സ്. സെൽ ഡിവിഷന്റെ സമയത്ത് എന്തെങ്കിലും ഒരു ക്രോമസോം എക്സ്ട്രാ വരിക, ഐ മീൻ പ്ലോയിഡ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് വഴിയാണ് സിംപാട്രിക് സ്പീസിയേഷൻ ഒക്കർ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പെരിപാട്രിക്കും പാരാപാട്രിക്കും സ്പീസിയേഷൻ. പെരിപാട്രിക് ആൻഡ് പാരാപാട്രിക്. പെരിപാട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് the main population becomes geographically isolated. Parapatricilo, this occurs when there is no physical barrier between the populations, but the large geographic range of the population causes individuals to mate with the neighbors. പെരിപാട്രിക്കും പാരാപാട്രിക്കും. പെരിപാട്രിക്കിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ബാരിയറും കാര്യങ്ങളൊന്നും വരുന്നില്ല. But this occurs when a small group of the main population becomes geographically isolated. അതായത് ഇവിടെ ബാരിയറും കാര്യങ്ങളും അല്ല, പകരം നമുക്ക് വേണമെങ്കിൽ ഒരു മൈഗ്രേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് ഒരു കുറച്ച് ആളുകൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ മൈഗ്രേഷൻ ആണ് അതിന് നമ്മൾ കോമൺ ആയിട്ട് എക്സാമ്പിൾ പറയാറ്. മൈഗ്രേഷൻ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറൽ പ്രോസസ്, എൻവയോൺമെന്റൽ പ്രോസസ് എന്തെങ്കിലുമൊക്കെ വഴി ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയി പുതിയൊരു പോപ്പുലേഷൻ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെരിപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ 2 പുതിയ സ്പീഷീസ് ഫോം ചെയ്യും. പാരാപാട്രിക്കിനകത്തോ, പാരാപാട്രിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബാരിയർ ഒന്നുമില്ല. there is no physical barrier between the population, but the large geographic range of population causes individual to mate with the neighbors. അതായത് ഇതാണ് ഇപ്പോൾ ഒറിജിനൽ പോപ്പുലേഷന്റെ അതിർത്തി അല്ലെങ്കിൽ ഒരു ടെറിട്ടറി. ഈ ടെറിട്ടറിയിൽ നിന്നും തൊട്ടടുത്തുള്ള, അതായത് ഇത്രയും വരെ ടെറിട്ടറി ആണ് ഇങ്ങോട്ടിട്ടാ, ഈ ഒരു റൗണ്ടാണ് ഒറിജിനൽ പോപ്പുലേഷൻ, ഇത് അവരുടെ ടെറിട്ടറി ആണ്. ബട്ട് തൊട്ടടുത്തുള്ള സ്പീഷീസുകളായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യുക, മെയ്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ മെയ്റ്റ് ചെയ്ത് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ
ഇങ്ങനെ വേറെ സ്പീഷീസുകൾ ഉണ്ട് കേട്ടോ. അതിലൊരു കുഞ്ഞ് റീജിയനിൽ മാത്രമാണ് ഇവര് എന്ത് ചെയ്യുന്നത്, ഈ പോപ്പുലേഷൻ ഇതിപ്പോ പോപ്പുലേഷൻ ഈ ഗ്രീൻ കളറിൽ കാണുന്ന പോപ്പുലേഷൻ 1, ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് പോപ്പുലേഷൻ 2 അങ്ങനെ വിചാരിക്കുക. ഇനി ഇതിനകത്ത് ഒരു ഗ്രീൻ കളറിലുള്ള പോപ്പുലേഷനിലെ ആളുകൾ കുറച്ച് പേര് ഈ റെഡ് കളറിലുള്ള പോപ്പുലേഷനിൽ നിന്നുള്ള കുറച്ച് പേരായിട്ട് മേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ പുതിയ സ്പീസിയേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ സ്പീഷീസ് ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് പാരാപാട്രിക് സ്പീസിയേഷൻ. ജോഗ്രഫിക്കൽ ബാരിയറിനെ കുറിച്ചിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് എന്താണ്, നൈബറിംഗ് പോപ്പുലേഷൻ ആയിട്ട് മേറ്റ് ചെയ്യുന്നത് വഴി പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഉണ്ടാവുന്ന പുതിയ സ്പീഷീസ് 2-ൽ പെട്ട ആളായിരിക്കില്ല, 1-ൽ പെട്ട ആള് ആയിരിക്കില്ല. പകരം രണ്ടുപേരുടെയും കോമൺ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരായിരിക്കും. സോ ഇതാണ് പാരാപാട്രിക് സ്പീസിയേഷൻ. ആൻഡ് നമുക്ക് ആവശ്യമുള്ള 2 പ്രോസസ്സ് എല്ലോപാട്രിക്കും പാരാപാട്രിക്കും, ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ കിട്ടി അല്ലേ. ഇനി റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. It is the absence or restriction of gene flow between populations, and it's a requirement for speciation to occur. Reproductive isolation എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് മറ്റൊരു ഓർഗാനിസത്തിനായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. നമ്മൾ ഈ അലോപാട്രിക്, പെരിപാട്രിക്, പാരാപാട്രിക് ആൻഡ് സിംപാട്രിക് 4 ടൈപ്പ് നോക്കി. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു കാര്യം കൂടെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് ഒക്കെ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്, 10ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലെ. അതിനകത്ത് പറയുന്ന കാര്യമാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് എ സിംഗിൾ സ്പീഷീസ് ഓർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് റാപ്പിഡ്ലി ഡൈവേഴ്സിഫൈ ഇൻ ടു മെനി ന്യൂ സ്പീഷീസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാപ്പിഡ്ലി ഡൈവേഴ്സിഫൈ ആൻഡ് ഓൾസോ എ സിംഗിൾ സ്പീഷീസ് ഓർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. ഓക്കെ. And the new species have different physical and physiological traits that allow them to occupy different environments and niches. Okay. പുതിയതായിട്ട് നമ്മൾ ഡാർവിൻ്റെ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ. അതിനകത്ത് പറയുന്ന അഡാപ്റ്റീവ് റേഡിയേഷൻ, അതായത് ഗാലപ്പഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ അവിടെയുള്ള ഫിഞ്ചസ് എല്ലാം ഒരേപോലെ ആയിരുന്നു. കുഞ്ഞു കുഞ്ഞു ഐലൻഡിൽ കാണുന്ന എല്ലാ ഫിഞ്ചസിൻ്റെയും ഏകദേശം അവരൊരു കോമൺ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്തതായിരിക്കാം എന്ന് ഡാർവിൻ പറഞ്ഞു. എങ്ങനെയാണ് ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ ക്രോസ് ചെയ്യുന്നത്? ഇറ്റ്സ് കോസസ് ബൈ എക്കോളജിക്കൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ന്യൂ എൻവയോൺമെന്റ്സ് ആൻഡ് ഓൾസോ ഓൾട്ടേർഡ് ബയോട്ടിക് ഇന്ററാക്ഷൻസ്. നമ്മൾ ഗാലപ്പഗോസ് ഫിഞ്ചസ് ആണ് എക്സാമ്പിൾ പറയുന്നത്. എക്കോളജിക്കൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഷീസ് അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ റിസോഴ്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ പുതിയൊരു സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ന്യൂ എൻവയോൺമെന്റ്, അതായത് ഒരു സ്പീഷീസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ സക്സസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ബി അഡാപ്റ്റഡ്. സോ അങ്ങനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കോസ് അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻഡ് ഓൾസോ ഓൾട്ടേർഡ് ബയോട്ടിക് ഇന്ററാക്ഷൻസ്. ഓൾട്ടേർഡ് ബയോട്ടിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the interactions between species changes, അതായത് 2 സ്പീഷീസ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു, മ്യൂച്വലിസം, പ്രെഡേഷൻ ഒക്കെ പോലെയുള്ള ഒരു ഇന്ററാക്ഷൻ, അത് ചേഞ്ച് ആവുന്നത് വഴി ആ സ്പീഷീസ് അഡാപ്റ്റീവ് റേഡിയേഷൻ കാണിക്കാം. ഇത്രയാണ് നമുക്ക് അഡാപ്റ്റീവ് റേഡിയേഷനിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു കാര്യമാണ് നോൺ എക്കോളജിക്കൽ സ്പീസിയേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡൈവേർജന്റ് നാച്ചുറൽ സെലക്ഷൻ. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കോമൺ വേ ഫോർ സ്പീഷീസ് ടു ഫോം. ഇറ്റ്സ് ഓൾസോ occurs in allopatric and parapatric. പുതിയ സ്പീഷീസ്, അതായത് നാച്ചുറൽ സെലക്ഷന്റെ ഒരു ഫോഴ്സ് ഒന്നും ഇല്ലാതെ പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതാണ് നോൺ എക്കോളജിക്കൽ സ്പീസിയേഷൻ. സോ ഇത് വർക്ക് ചെയ്യുന്നത് എലോപാട്രിക് സ്പീസിയേഷൻ വഴി അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് സ്പീസിയേഷൻ വഴി, മ്യൂട്ടേഷൻ ഓർഡർ സ്പീസിയേഷൻ, ചേഞ്ചസ് ഇൻ കൈറാലിറ്റി. കൈറാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when species occurs due to changes in chirality such as gastropods, അതായത് മൊളുസ്കിൽ വരുന്ന ഒരു അതായത് ഫൈലം മൊളുസ്ക. ഓക്കെ, ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഫൈലം മൊളുസ്ക. ഈ ഷെല്ലുള്ള ഓർഗാനിസംസ്, കക്ക പോലുള്ള അങ്ങനത്തെ, സോ അതിൽ കാണിക്കുന്നത്. ദെൻ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയി എന്ന് പറയുന്നത്? it can be key step in adaptive and non-adaptive radiations, and also it can be especially important in old adaptive radiations. Okay, ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, നമുക്ക് ആൻസർ കിട്ടാനുള്ളത് നമ്മൾ കിട്ടിക്കഴിഞ്ഞു.
ഇനി എങ്ങനെയാണ് ഇത് എക്കോളജിക്കൽ സ്പീസിയേഷൻ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നത്? അതായത് നോൺ എക്കോളജിക്കൽ സ്പീസിയേഷൻ ഡിഫറെന്റ് ഫ്രം എക്കോളജിക്കൽ സ്പീസിയേഷൻ. ഹൗ? Ecological speciation is when populations become genetically different and also isolated due to divergent natural selection. നമ്മൾ നേരത്തെ പറഞ്ഞത് നോൺ എക്കോളജിക്കലിൽ നാച്ചുറൽ സെലക്ഷന്റെ ഫോഴ്സ് ഇല്ല, ഇവിടെ നാച്ചുറൽ സെലക്ഷന്റെ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. ഇനി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞതിൽ സ്പീസിയേഷൻ, അലോപാട്രിക് ഒരു ജിയോഗ്രഫിക് ഐസൊലേഷനും കാര്യങ്ങളൊന്നും ഇല്ല, പാരാപാട്രിക്കിലെ പോലെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നോൺ എക്കോളജിക്കൽ സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഇല്ല എന്നാണ് അർത്ഥാക്കേണ്ടത്, പക്ഷെ ഇവിടെ അത് ചാൻസ് ഉണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻസർ വരാൻ കാരണം ഒരു ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ വേർഡ് എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ കാണിക്കുന്നത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസുകളാണ്. ഓക്കെ, ഇനി ഡിഫറെന്റ് എക്കോളജിക്കൽ നിഷ്യസിൽ നിന്നും വന്ന ലിസാർഡ്സ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പുതിയൊരു സ്പീഷീസ് ആയി ഇവോൾവ് ചെയ്യാം. സെയിം കാര്യം തന്നെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഗാലപ്പഗോസ് ഫിഞ്ചസിനെ ആലോചിച്ചാൽ മതി, അവർ ഡിഫറെന്റ് ഐലൻഡ്സിൽ നിന്ന് കോമൺ റീജിയനിലേക്ക് വന്നു. ഓക്കെ, അതല്ലെങ്കിൽ ഒരു കോമൺ ഗാലപ്പഗോസ് കോമൺ ആൻസിസ്റ്റർ അല്ലെങ്കിൽ ഫിഞ്ചസ് എന്ത് ചെയ്തു, അവരിൽ നിന്ന് പുതിയ പുതിയ ഐലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ പുതിയ പുതിയ സ്പീഷീസ് ആയിട്ട് മാറി. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഓൾ. താങ്ക് യു സോ മച്ച്.